ഡി മോളെ നീ എപ്പളീ അടുപ്പില് പണിതിരിക്കാണ്ട് എന്തേലും ഉണ്ടാക്കടി വിശക്കണേന്. അമ്മ എന്തായാലും ഇപ്പൊ ഇതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഇതിൽ സിമെന്റ് ഇട്ടമ്മേ. എനിക്ക് എന്തേലും ഉണ്ടാക്കി തരണം. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം. ഗ്യാസ് കുറച്ചുണ്ടല്ലോ, അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പെട്ടെന്ന്. ഇതിലിപ്പോ ഉണ്ടാക്കാൻ നിന്നോട് പറ്റില്ല. പകരം ഇന്നലെ ഇത് കത്തിച്ചതല്ലേ, എന്നിട്ട് ആരപ്പോ സിമെന്റ് ഇടാൻ പറഞ്ഞേ? അത് ഇത്തിരി സിമെന്റ് ഒക്കെ ഇട്ട് നന്നായി ഉറപ്പിച്ചതല്ലമ്മ. എനിക്ക് വേഗം എന്തേലും ഉണ്ടാക്കി കിട്ടും. ഇപ്പൊ ഉണ്ടാക്കാൻ ഞാൻ ഇതൊന്ന് ശരിയാക്കട്ടെ. ഉം. ഇന്ന് നമ്മൾക്ക് മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കാം. അതിനിടെ നമ്മളിവിടെ മുട്ട പുഴുങ്ങിയെടുത്തതും ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവോളയും പിന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. അതും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉരുളക്കിഴങ്ങും മുട്ടയും ഒക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം കയ്യിൽ വെച്ചൊന്ന് ഉടയ്ക്കാം. പറ്റുന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അതേ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് ഉടച്ചത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ബൗളിൽ നിറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി. നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിലൊക്കെ ഒന്ന് സ്റ്റാർ ആവാനും പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. എനിക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞതുപോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാം അല്ലേ? അമ്മ കഴിക്കട്ടെ. ഉണ്ടാക്കാൻ പറഞ്ഞ ദേശത്തിന് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വായ വെച്ച് തിന്നാൻ പറ്റുമോ? കുഴപ്പമില്ല, നല്ലതാണല്ലോ. നല്ലതാ മോളെ. ഗ്യാസ് കുറവായാലും പറയുമ്പോഴേക്കും എന്തേലൊക്കെ ഉണ്ടാക്കി തരണ്ട്. പിന്നെ സംഭവം എന്തായാലും പൊളിയായിട്ട് കേട്ടോ മോളെ. നന്നായിണ്ട്.